ഒരു കാര്യം ചോദിക്കട്ടെ, റോഡിൽ നിങ്ങൾ നിയമം പാലിക്കുന്നത് ക്യാമറയെ പേടിച്ചാണോ അതോ മനസാക്ഷിയെ ബഹുമാനിച്ചാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് കൾച്ചർ തീരുമാനിക്കുന്നത്. ഞാൻ ഗൾഫിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഫിലിപ്പീൻസിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നാട്ടിലും ഡ്രൈവ് ചെയ്യാറുണ്ട്. 3 സ്ഥലവും എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു. ഗൾഫിൽ ആളുകൾ നിയമത്തെ ബഹുമാനിക്കും. കാരണം നിയമം അവിടെ നിങ്ങളെ മറക്കില്ല, ക്യാമറ കണ്ണടക്കില്ല, അതുകൊണ്ട് എന്താ ഡ്രൈവറും കണ്ണടക്കില്ല. പക്ഷേ ഫിലിപ്പീൻസിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. എല്ലാ റോഡിലും സ്പീഡ് ക്യാമറ ഇല്ല, ഓരോ വളവിലും പോലീസില്ല. എന്നിട്ടും പലരും ക്ഷമയോടെ ഡ്രൈവ് ചെയ്യും. കാരണം അവർ ചിന്തിക്കുന്നത് ഞാൻ വീട്ടിലെത്തുന്നത് പോലെ തന്നെ മുന്നിലുള്ള ആളും വീട്ടിലെത്തണം. നിയമം ഇല്ലാത്തത് കൊണ്ട് അച്ചടക്കം ഇല്ലാതാവില്ല, അച്ചടക്കം ഇല്ലാത്തവനാണ് നിയമത്തെ പേടിച്ച് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ചില റോഡുകളിൽ ഇൻഡിക്കേറ്റർ ഇടുന്നത് കണ്ടാൽ തോന്നും ഇത് എന്തോ രഹസ്യ പ്രതിരോധ പദ്ധതിയാണോ. വലത്തോട്ട് തിരിയുന്ന കാര്യം തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ അറിയുന്നത്. ചിലരുടെ ഇൻഡിക്കേറ്റർ വിവാഹ ക്ഷണക്കത്ത് പോലെയാണ്, പരിപാടി കഴിഞ്ഞ ശേഷമാണ് കയ്യിൽ കിട്ടുന്നത്. ഹോണിൻ്റെ കാര്യമാണ് ഏറ്റവും രസം. ലോകത്ത് ഹോൺ അപകടം ഒഴിവാക്കാനാണ്. നമ്മുടെ ചിലരുടെ കയ്യിൽ ഹോൺ എന്നത് വികാരം പ്രകടിപ്പിക്കാനുള്ള സംഗീത ഉപകരണമാണ്. സിഗ്നൽ പച്ചയായ ഉടൻ പിന്നിൽ നിന്ന് ഹോൺ. പച്ച ലൈറ്റ് തെളിയുന്നതിന് മുമ്പേ ഹോൺ അടിക്കുന്നവർ ട്രാഫിക് സിഗ്നലിൻ്റെ കോൺട്രാക്ടറാണോ? ഓവർടേക്കിൻ്റെ കാര്യം പറയേ വേണ്ട. മുന്നിൽ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടാൽ അത് ഗ്യാപ്പല്ല, അത് ജീവിത ലക്ഷ്യമാണ് ചിലർക്ക്. ചിലർ ഓവർടേക്ക് ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്ത് നേരത്തെ എത്താനല്ല, മുന്നിലുള്ളവനെ പിന്നിലാക്കാൻ മാത്രം. പിന്നെ ലൈൻ എന്നൊരു സാധനമുണ്ട്. അതിന് മലയാളത്തിലെ അർത്ഥം, നമ്മുടെ നാട്ടിലെ അർത്ഥം ഇഷ്ടമുള്ളവർക്ക് പാലിക്കാവുന്ന ഒരു നിർദ്ദേശം. സീബ്ര ക്രോസിങ്ങിൽ ഒരാൾ നിൽക്കുന്നു, വിദേശത്ത് വാഹനം നിൽക്കും. നമ്മുടെ ചിലയിടങ്ങളിൽ ഹോൺ നിൽക്കില്ല. സീബ്ര ക്രോസിംഗ് ചിലർക്ക് മനുഷ്യർക്കുള്ളതല്ല, കറുത്തതും വെളുത്തതും വരച്ച ഒരു ഡിസൈൻ മാത്രമാണ്. എനിക്ക് ഏറ്റവും വലിയ കൾച്ചറൽ ഷോക്ക് ഫിലിപ്പീൻസിൽ നിന്ന് നാട്ടിലെത്തി ആദ്യമായി ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോഴാണ്. അവിടെ മാസങ്ങളോളം പഠിച്ച ക്ഷമ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് പരീക്ഷ എഴുതാൻ പോകും. നിയമം കർശനമാക്കണം, ഫൈൻ കൂട്ടണം, ക്യാമറ വെക്കണം, അതൊക്കെ വേണം. പക്ഷേ ഒരു ചോദ്യം, നമ്മളെ നല്ല മനുഷ്യരാക്കാൻ എല്ലാ ജംഗ്ഷനിലും ഒരു ക്യാമറ വേണോ? പോലീസിനെ പേടിച്ച് നിയമം പാലിക്കുന്നവൻ നല്ല ഡ്രൈവറാകാം, പക്ഷേ മനസാക്ഷിയെ ബഹുമാനിച്ച് നിയമം പാലിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. റോഡിൽ നിങ്ങൾ ഓടിക്കുന്നത് വെറും ഒരു വാഹനമല്ല, ആരോ ഒരാളുടെ വീട്ടിലേക്ക് തിരികെ പോകാനുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് സ്പീഡ് കുറക്കൂ, ഹോൺ കുറക്കൂ, അഹങ്കാരം കുറക്കൂ. കാരണം റോഡിൽ ഏറ്റവും ശക്തമായ ബ്രേക്ക് വാഹനത്തിൻ്റേതല്ല, മനുഷ്യൻ്റെ മനോഭാവത്തിൻ്റേതാണ്.